മുട്ടക്കുറുമ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 5 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഗ്രീൻ പീസ് 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കുക്കറിലിട്ട് 3 വിസിൽ വരുത്തി വേവിച്ചെടുത്തേക്കുന്നതാണ്. ഉപ്പ് ചേർത്ത് വേവിച്ചതാട്ടോ. 3 സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു വലിയ ക്യാരറ്റ് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ തക്കാളി അതിൻ്റെ അകത്തെ കുരുവും ആ വെള്ളമുള്ള പാട്ടെല്ലാം കളഞ്ഞ് തൊലി മാത്രം അരിഞ്ഞെടുത്തത്, 4 പച്ചമുളക്, 4 തിരി പച്ചക്കുരുമുളക്, ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ്, 2 ടീസ്പൂൺ മീറ്റ് മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് പുഴുങ്ങി വെച്ച മുട്ടയില്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഒരു 2 മിനിറ്റ് ഒന്ന് വാട്ടിയാൽ മതി. മുട്ടയുടെ ആ ഒരു പച്ചമണം ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടാന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മുട്ട ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്, നമുക്ക് അടുപ്പത്ത് നിന്ന് എടുക്കാം. അതെല്ലാം അടുപ്പത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ്. നമുക്കിനി ഇത് വഴറ്റി അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സവാളയുടെ കൂടെ തന്നെ ഇട്ട് വഴറ്റാവേ, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒരു അത്യാവശ്യം ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് ഗോൾഡനായി കിരീര അങ്ങനത്തെ ഒരു രീതിയിലാക്കേണ്ട ആവശ്യമില്ലേ, അങ്ങനെ ജസ്റ്റ് ഗോൾഡൻ കളറായി തുടങ്ങിയാൽ മതി. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാതെ മീറ്റ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾക്ക് പച്ചമുളകിൻ്റെയും പിന്നെ ആ പച്ചക്കുരുമുളക് ഞാനിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെയും കൂടെയുള്ള ടേസ്റ്റ് മാത്രമാണ് ഇതിനകത്ത് എരിവായിട്ട് വരുന്നുള്ളത്. പിന്നെ മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ, പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റ്. പൊടി പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും, കാരണം എണ്ണ നല്ലപോലെ ചൂടായിട്ടിരിക്കുന്നതാണ്. പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹീറ്റായി വരണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് 2-3 മിനിറ്റായി ഈ പച്ചക്കറികൾ ഇതിനകത്ത് കിടന്ന് വഴലുന്നു കേട്ടോ. നമുക്കിനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാവേ. കുക്കറിലിട്ട് 2-3 വിസിൽ വരുത്തി ഒന്ന് വേവിച്ച ഗ്രീൻ പീസ്. എന്നാലും ഇപ്പോൾ ഈ പച്ചക്കറി കിടക്കുന്ന കൂടുതൽ ഒരു 10 മിനിറ്റ് നമുക്ക് വേകണമല്ലോ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേകാൻ. ആ സമയത്തും കൂടെ കിടന്ന് തിളക്കട്ടെ. അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. പച്ചക്കറികൾ വേകട്ടെ ഒരു 10 മിനിറ്റ്. ഒരു കാര്യം ചേർക്കാൻ മറന്നു, ആ പച്ചക്കുരുമുളകില്ലേ അത് അരച്ച് വെച്ച് ചേർക്കണേ. പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് പക്ഷേ പിന്നെ ചേർത്താൽ മതി. കുരുമുളക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേകട്ടെ. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയിരുന്നു തിളയ്ക്കുന്നു കേട്ടോ. തീ കൂട്ടി കൊടുക്കാതെ. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് അത്യാവശ്യം ചാറൊക്കെ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ചതച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. നമുക്കിനി അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാവേ. തക്കാളിയുടെ ആ കുരുവൊക്കെ ഞാൻ കളഞ്ഞതാണ് കേട്ടോ. കുരു വിത്തൊക്കെ ഇല്ലേ അതെല്ലാം കളഞ്ഞതാണ്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാണ് ഞാനിത് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് വാടി വന്നാൽ മതി, അപ്പോൾ തന്നെ വെന്തോളും. ഇപ്പോൾ തന്നെ ഏകദേശം ഈ ചൂടിൽ തന്നെ അങ്ങ് വെന്തോളും. പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക്, അതും ആ പച്ചമുളക് അങ്ങ് വെന്ത ടേസ്റ്റാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് ചേർക്കുന്നത്. അടുത്തതായിട്ട് മല്ലിയില, ഒരു തണ്ട് മല്ലിയിലയാണ് ഞാൻ ചേർത്തേക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തിട്ട് അധികം കിടന്ന് തിളയ്ക്കണ്ട. ആ പച്ചമുളകിൻ്റെ ആ ഒരു എന്താ പറയുക പച്ച ടേസ്റ്റ്, റോ ടേസ്റ്റ്, അതാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നൊരു സംഭവം. പിന്നെ വേണമെങ്കിൽ ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ച് വഴറ്റിയുണ്ട്, ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. മുട്ട ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെക്കണം. അപ്പോൾ 5 മിനിറ്റും കൂടെ അടച്ചു വെച്ചത് ആ ഒരു ഗ്രേവി ഒന്നും കൂടെ തിക്കാവാൻ വേണ്ടിയിട്ടാട്ടോ അടച്ചു വെച്ചത്. ഞാൻ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ അടിപൊളിയാണേ. ഒരു 10-15 മിനിറ്റും കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ ഇറങ്ങി ഒന്നും കൂടെ അടിപൊളിയാവും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മേളിൽ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.